ഹലോ നമസ്കാരം. നമ്മൾ നോക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ട്യൂട്ടോറിയലാണ്. മായയിലെ ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് സ്മോക്ക്, ഫയർ എന്നീ എഫക്റ്റുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ ടൈം ഞാൻ പരമാവധി ഷോർട്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഫ്ലൂയിഡൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് കാണേണ്ട സമയമുള്ളത് കൊണ്ട് ട്യൂട്ടോറിയൽ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. മായയിലെ ഫ്ലൂയിഡിൽ കാണാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് സെറ്റിങ്ങുകൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എല്ലാം പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും മിനിമം സെറ്റിങ്ങിൽ നമുക്ക് എങ്ങനെ ഇതുപോലൊരു ഫയർ എഫക്ട്സ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എഫക്ട്സിൽ ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 3D കണ്ടെയ്നർ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൂയിഡിൽ 3D കണ്ടെയ്നർ എടുക്കാം. ഏത് എഫക്റ്റ് എടുത്താലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ റീസെറ്റ് ചെയ്യാം. അതിനുശേഷം ഒന്ന് അപ്ലൈ ചെയ്യും. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു കണ്ടെയ്നറും അതിൻ്റെ കൂടെ ഒരു എമിറ്ററും വന്നിട്ടുണ്ടാവും. ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു സ്മോക്കിന്റെ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ ഈ എമിറ്റർ ഔട്ട്ലൈനർ പോയി നമുക്ക് കാണാൻ പറ്റും. ഈ എമിറ്റർ എന്ന് പറയുന്ന ഈ സാധനമാണ് സ്മോക്ക് ഉണ്ടാക്കുന്നത്. ഈ കണ്ടെയ്നറാണ് അതിനെ ഒരു സ്മോക്ക് അല്ലെങ്കിൽ ഫയറിന്റെ ഷേപ്പിലേക്ക് മാറ്റണത്. നമുക്ക് ആദ്യം ഇതിപ്പോൾ രണ്ട് സെറ്റിംഗ് നമുക്ക് പഠിക്കണം. അതിൽ തന്നെ നമുക്ക് എമിറ്റർ നോക്കാം. എമിറ്ററിന്റെ സെറ്റിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആട്രിബ്യൂട്ട്സ് ഇവിടെ വരും. ഇതിൽ നമ്മൾ അതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്താൽ കാണാൻ പറ്റും അതിന് പതുക്കെ ഫ്ലൂയിഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ എമിറ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എമിറ്ററിന്റെ ആട്രിബ്യൂട്ട്സിൽ റേറ്റ് ആണ്. ഈ റേറ്റ് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ 100 ഞാനൊരു 500ലേക്കൊക്കെ എത്തിക്കാം. പ്ലേ ചെയ്താൽ കാണാൻ പറ്റും കുറച്ചും കൂടി ആ ഒരു കട്ടി കൂടി കാണാൻ പറ്റും. അപ്പോൾ ഈ എമിറ്ററിന്റെ ഒരു ബിഗിനറിന് എമിറ്ററിന്റെ ആദ്യം നോക്കേണ്ടത് ഈ ഒരു റേറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ എമിറ്റർ 500 ഇപ്പോൾ അത്യാവശ്യം കട്ടിയിൽ പുക വരുന്നുണ്ട്. നമ്മൾ അതൊരു 46ലേക്ക് കിട്ടുകഴിഞ്ഞാൽ പറ്റും വളരെ കുറച്ച് എമിഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എമിറ്ററിന്റെ റേറ്റ് കൂടി കഴിഞ്ഞാൽ ഇതുപോലെ കട്ടി കൂടും. ഇനി ഞാൻ ഈ എമിറ്ററിനെ ഇത് പുറത്തേക്ക് വെക്കാം. പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്താൽ കാണാൻ പറ്റും ഇവിടെ ഫ്ലൂയിഡ് ഒന്നും വരില്ല. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എമിറ്റർ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഇനി ചിലതിൽ കാണാൻ പറ്റും നമുക്ക് ഇതിന്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് കുറച്ച് നേരം സ്മോക്ക് വന്നിട്ട് പിന്നെ സ്മോക്ക് നമുക്ക് ഓഫ് ആയി പോണ പോലെ. നമുക്കൊരു 65 ഫ്രെയിം തുടങ്ങി നമുക്ക് സ്മോക്ക് വേണ്ടെന്ന് ഓഫ് ആയി പോകണം. നമുക്ക് ഇവിടെ 65 മുതൽ ഒരു കീ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 70 ആകുമ്പോഴേക്കും നമ്മൾ നേരെ 0 കൊടുക്കുക. ഇങ്ങനെ കീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഈ 65 ആകുമ്പോൾ പിന്നെ സ്മോക്ക് അവിടെ നിന്ന് ഓഫായി പോകുന്ന കാണാൻ പറ്റും. ഇതുപോലെ സ്മോക്കിനെ നമുക്ക് അനിമേഷൻ ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ആവണത് അനിമേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. എമിറ്ററിൽ വരുന്ന മെയിൻ സെറ്റിംഗ് റേറ്റ് ആണ്. റേറ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ റെഫറൻസ് ഫയലിൽ കണ്ടിട്ട് ഒരു ഒബ്ജക്റ്റ് നിന്നാണ് ഈ ഒരു സ്മോക്ക് വർക്ക് ആവുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളൊരു പുതിയ 3D കണ്ടെയ്നർ എടുക്കാം. ഈ പ്രാവശ്യം നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് എമിറ്റർ എന്നുള്ളത് നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇതിൽ കണ്ടെയ്നർ മാത്രമേ വരുള്ളൂ. ഈ കണ്ടെയ്നർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റ് നിന്നാണ് എമിറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതും വന്ന് എമിറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അതിനുശേഷം കണ്ടെയ്നർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇറ്റ് ഫ്രം ഒബ്ജക്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒബ്ജക്റ്റ് വന്നായിരിക്കും എമിഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഈ ഒബ്ജക്റ്റ് വന്ന് എമിറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എമിറ്റർ വന്ന് വരുന്ന പോലെയല്ല, കുറച്ചും കൂടി തിക്നെസ് കൂടുതലായിരിക്കും നമ്മുടെ ഈ സ്മോക്കിന്. അപ്പോൾ ഈ എമിറ്റർ എടുക്കാൻ ഈ ഒബ്ജക്റ്റ് തുറന്ന് അതിനകത്തായിരിക്കും എമിറ്റർ ഉണ്ടാവുള്ളൂ. ഈ എമിറ്ററിന്റെ നമുക്ക് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒബ്ജക്റ്റ് തുറന്നിട്ട് വേണം ഇവിടെ ഇതിന്റെ റേറ്റ് കൂട്ടാൻ. അപ്പം ഇങ്ങനെയാകുമ്പോൾ അത്രയും സ്മോക്ക് നമുക്ക് വന്ന് കിട്ടും. എമിറ്ററിന്റെ മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് എമിറ്ററിന്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റും വന്ന് എമിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി ഇതോടൊപ്പം പറഞ്ഞു പോകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഒരു ഒബ്ജക്റ്റുമേ നമുക്ക് ഇതൊന്ന് കൊളൈഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഉദാഹരണം, ഈ ഒരു സ്പിയർ ഞാനിവിടെ വയ്ക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് പോകുന്ന ഈ ഒരു സ്മോക്ക് ഈ ഒരു സ്പിയർ തട്ടണം. ഇതിന്റെ ഹിസ്റ്ററി ഫ്രീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഫ്ലൂയിഡ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇതിൽ പോയിട്ട് മേക്ക് കൊളൈഡ് കൊടുക്കുക. ഓക്കെ, ഇതുപോലെയാണ് ഒബ്ജക്റ്റ് കൊളൈഡ് ചെയ്യാൻ നമ്മൾ ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എമിറ്റർ നമുക്ക് ഒരു ഒബ്ജക്റ്റ് സാധാരണ എമിറ്റർ വയ്ക്കാം, ഒരു ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യിപ്പിക്കാം. അതോടെ തന്നെ നമുക്ക് ഈ പാർട്ടിക്കിൾസ് ഇതുമായി കൊളൈഡും ചെയ്യിക്കാൻ പറ്റും. ഇനി എമിറ്ററിന്റെ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടെയ്നർ സെറ്റിംഗ് ആണ് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ സെറ്റിംഗ് ആണ് ബേസ് റെസൊല്യൂഷൻ. ബേസ് റെസൊല്യൂഷൻ ആണ് അതിന്റെ
ഡീറ്റെയിൽ കൂട്ടുന്നത് സ്മോക്കിൻ്റെ. 10 എന്ന് പറഞ്ഞാൽ 50 കഴിഞ്ഞാൽ ഇനി അതിൽ നിന്ന് വരുന്ന സ്മോക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിരിക്കും. ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, കാണാൻ പറ്റും. ഇപ്പോൾ 10 എന്നുള്ളത് തിരിച്ച് 10 ആയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് ഓർമ്മയിൽ വയ്ക്കുക. എപ്പോഴും റെസൊല്യൂഷൻ നമുക്കൊരു വർക്ക് ചെയ്യാനായിട്ടൊരു ബേസ് റെസൊല്യൂഷൻ ആയിട്ട് നമ്മൾ 50 ഇട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ റെസൊല്യൂഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. നമ്മളൊരു 100 അതുപോലെ തന്നെ 200 ലാസ്റ്റ് എത്തിക്കേണ്ടി വരും ക്വാളിറ്റി കൂട്ടാനായിട്ട്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു 50 വർക്ക് ചെയ്താൽ മതി. ഒരുവിധം ഫ്ലൂയിഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഇനി ഒരിക്കലും ഈ ഒരു ഷേപ്പ് നമ്മൾ ഇങ്ങനെ പിടിച്ച് സ്കെയിൽ ചെയ്തിട്ട് മാറ്റരുത് ഈ കണ്ടെയ്നറിൽ. അതിനിവിടെ സൈസ് കൊടുത്തിട്ടുണ്ട് XYZ. നമുക്ക് ഇവിടെ പോയിട്ട് വേണം അത് മാറ്റാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഹൈറ്റ് കൊടുത്ത XYZ വാല്യൂ ആണ്. ഈ വാല്യൂവിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇതിൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ വർക്കിനനുസരിച്ചിട്ട് ഈ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റത്തെ വരുന്നത് ബേസ് റെസൊല്യൂഷൻ, പിന്നെ അതിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ സ്കെയിൽ, പിന്നെ ഈ ബൗണ്ടറി എന്നുള്ളൊരു സംഭവം. ഈ ബൗണ്ടറി എന്ന് പറയുന്നത് നിങ്ങളിവിടെ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു സ്മോക്ക് മുകളിൽ പോയിട്ട് കൊളൈഡ് ചെയ്തിട്ട് ഇതിനകത്താണ് ഇരിക്കുന്നത്. ടൈം കുറച്ച് കൂട്ടിയിടാം, കാണാൻ പറ്റും ഉണ്ടല്ലേ. ഈ കണ്ടെയ്നറിനകത്ത് മാത്രമേ ഈ ഒരു ഫ്ലൂയിഡ് നിൽക്കുള്ളൂ. അപ്പോൾ നമുക്കത് മാറ്റാനായിട്ട് ഈ ബൗണ്ടറി ആണ് XYZ. ഈ ബൗണ്ടറി ഒക്കെ നന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആ സ്മോക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കാണാൻ പറ്റും. ഇനി ആ ബൗണ്ടറിയിൽ അത് കട്ടില്ല, നേരെ അവിടെ നിന്ന് കട്ടായിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഹൈറ്റ് വേണമെങ്കിൽ കുറയ്ക്കാം. ഹൈറ്റ് കുറച്ചിട്ട് ഇപ്പോൾ ഒരു ഫ്ലെയിം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റൗവിൽ നിന്നൊക്കെ വരുന്ന ഫ്ലെയിം ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ അത് അവിടെ വെച്ച് കട്ടായി ഈ ഒരു ഭാഗത്ത് വെച്ച് കട്ടായി പോകണം. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് നമ്മൾ കുറച്ചാൽ മതി. ഞാനിപ്പോൾ തിരിച്ച് പഴയ പോലെ തന്നെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടന്റ് മെത്തേഡ് ഡെൻസിറ്റി ഡൈനാമിക്കലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതോടെ കിടക്കാം. നമുക്ക് തിരിച്ച് ഇവിടേക്ക് വരാനുള്ളതാണ്. തൽക്കാലം എല്ലാം ഒന്ന് മിനിമൈസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഓട്ടോ റീസൈസ് എന്ന ഓപ്ഷൻ. ഈ ഓട്ടോ റീസൈസ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടെയ്നർ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റ് അവിടെ നിന്ന് ഇമിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മാത്രമേ ഫ്ലൂയിഡ് വരുള്ളൂ. നമ്മൾ ഓട്ടോ റീസൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ആ ഒരു കണ്ടെയ്നർ സ്മോക്ക് വരുന്നതനുസരിച്ചിട്ട് തന്നെ ആ കണ്ടെയ്നർ വലുതായിക്കൊണ്ടിരിക്കുകയുണ്ട്. ഈ ഒരു മെത്തേഡ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തട്ടുമ്പോൾ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യാൻ ഈ ഓട്ടോ റീസൈസ് മാർജിൻ എന്നുള്ളത് നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ സ്മോക്ക് ഈ ഒരു കണ്ടെയ്നറിന്റെ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടി കിട്ടും. അപ്പോൾ അത് വന്ന് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് കൊളൈഡ് ആവില്ല. നമുക്ക് കുറച്ച് മാറ്റിയിടുന്നത്. അപ്പോൾ ഓട്ടോ റീസൈസ് ഇനേബിൾ ചെയ്യാം. രണ്ടാമത്തെ നമുക്ക് നേരെ കണ്ടന്റ് ഡീറ്റെയിൽസ് ചെയ്യുക. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കി കഴിഞ്ഞാൽ ആ സ്മോക്കിന്റെ ലുക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഏറ്റവും ആദ്യം ഡെൻസിറ്റി. ഈ ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് ആ സ്മോക്കിന്റെ ഒരു ഒപ്പാസിറ്റി പോലെ വർക്ക് ചെയ്യുന്ന സാധനം. എത്രമാത്രം ഡെൻസ് ആയിരിക്കണം എന്നുള്ളത് സ്മോക്ക് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കട്ടി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവിടെ എമിറ്ററിന് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 100 ആണ്. ഇതിലൊരു 500 വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി സ്മോക്ക് ആയിരിക്കും, ഡീറ്റെയിൽ കൂടും. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ബൊയാൻസി എന്ന് പറയുന്നത് വാല്യൂ 1 ആണ്. 1 എന്ന് പറയുന്നത് മുകളിലേക്ക് പോകാനാണ് ബൊയാൻസി. ഈ വാല്യൂ മൈനസ് ആക്കി കഴിഞ്ഞാൽ ഇനി നേരെ അടിയിലേക്കായിരിക്കും. ഒരു ഡ്രൈ ഐസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു എഫക്റ്റ് ബൊയാൻസി. അപ്പോൾ ബൊയാൻസി നമുക്ക് കൂട്ടാനനുസരിച്ചിട്ട് സ്പീഡ് ബൊയാൻസി ഒരു 5 കിട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിലേക്ക് പോകുന്നതിന്റെ സ്പീഡ് കൂടും. അത് ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി കഴിഞ്ഞു, ബൊയാൻസി കഴിഞ്ഞു. ബൊയാൻസി കഴിഞ്ഞടുത്ത് വരുന്നത് ഡിസിപ്പേഷൻ. ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ലൈഫാണ്. നമുക്ക് ഈ സ്മോക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കണം, ഇത്രയും ലെങ്ത്തിലേക്ക് പോകണ്ട. അപ്പോൾ നമ്മൾ ഡിസിപ്പേഷൻ വാല്യൂ കൂട്ടിയിടുമ്പോൾ ആ ലെങ്ത് എത്രയും മുന്നേ പതുക്കെ അത് ഓഫായി പോകണം. ഉണ്ടല്ലേ, നമുക്കിപ്പോൾ ഡിസിപ്പേഷൻ ഞാനൊരു 3 ഇട്ട് കാണിച്ചാൽ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. വളരെ കുറവിൽ ആ സ്മോക്ക് അവിടെ നിന്ന് അതിൻ്റെ ലൈഫ് സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ആ സ്മോക്കിന്റെ ഒരു ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് എത്ര ദൂരത്തിൽ ഈ സാധനം ഓഫ് ആവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ 1 വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനൊരു 0.7 ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 5 ഒക്കെ ഇടാം. ഇതിനങ്ങനെ ഇതിനൊന്നിനും ഒരു കൃത്യമായിട്ട് വാല്യൂ ഇല്ല. നമ്മുടെ പ്രൊജക്റ്റിനനുസരിച്ചുള്ള സ്മോക്ക് ഉണ്ടാക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസം വരും.
ഇനി ഇതിൽ നോയ്സ് ഇനി വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ സ്കെയിൽ നോക്കുക, ഡെൻസിറ്റി സ്കെയിൽ നോക്കുക, ബോയാൻസി നോക്കുക, ഡിസിപ്പേഷൻ നോക്കുക. പിന്നെ ഇതിൽ നോക്കുന്നത് നോയ്സ് ആണ്. കുറച്ച് നോയ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം പതുക്കെ അതൊരു ചെറിയ നോയ്സ് വന്നിട്ടുണ്ടാവും നമ്മുടെ ഫ്ലൂയിഡിൽ. അപ്പോൾ ഈ നോയ്സ് വേണമെന്നുണ്ടെങ്കിൽ നോയ്സ് ആഡ് ചെയ്യാം. ഡെൻസിറ്റിയുടെ അത്ര ഉണ്ടല്ലോ, ഡെൻസിറ്റി ഓഫ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് വെലോസിറ്റി. വെലോസിറ്റിയിൽ സ്രിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ സ്രില്ലിലാണ് ശരിക്കും ആ സ്മോക്ക് ആക്കി മാറ്റണത്. നേരെ ഞാനൊരു 10 ഇട്ടുണ്ട്. ഇനി പ്ലേ ചെയ്യുമ്പോൾ കാണാൻ പറ്റും സ്മോക്ക് പതുക്കെ തിരിഞ്ഞ് ഒരു സ്മോക്ക് പോണ പോലെ തന്നെ ഒരു എഫക്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്രില്ല് നമ്മൾ കൂട്ടാനനുസരിച്ചിട്ട് നന്നായിട്ട് പുക ഇങ്ങനെ ചുരുണ്ട് പോകണ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇതിനോടൊപ്പം തന്നെ നോയ്സും കൂടി ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടി നോയ്സും കൂടി ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്രില്ല് ഇടുമ്പോൾ തന്നെ ആ ഒരു സ്മോക്കിന്റെ ഒരു എഫക്റ്റിലേക്ക് സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആകെ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. എമിറ്ററിന്റെ റേറ്റ്, അതുപോലെ തന്നെ ഫ്ലൂയിഡിന്റെ കണ്ടെയ്നർ ബേസ് റെസൊല്യൂഷൻ, ഡെൻസിറ്റിയിൽ ഈ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലസ് വെലോസിറ്റി. ബസ്സിൽ ഇനിയും കൂട്ടണമെങ്കിൽ വീണ്ടും തിരിയില്ല. ഒരു 30 ഇട്ടൊക്കെ നമുക്ക് പ്ലേ ചെയ്യാം. ഇതിനങ്ങനെ എല്ലാ വാല്യൂ ഇട്ടും നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം നമ്മൾ ഈ സ്മോക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 25 ഇട്ടാൽ മതി. ഓക്കെ, അതൊക്കെ സ്മോക്കായി തുടങ്ങിയിട്ട് നെക്സ്റ്റ് വരുന്ന ടർബുലൻസ്. ടർബുലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡെൻസിറ്റി, വെലോസിറ്റി, ടർബുലൻസ്. ടർബുലൻസ് ചെറുതായിട്ട് അതൊന്നൊരു ടർബുലൻസ് എഫക്റ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, കുറച്ചും കൂടി ഒരു കാറ്റൊക്കെ അടിച്ചിട്ട് വരുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് ആവശ്യം കിട്ടാൻ മതി. വളരെ കുറവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്മോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നേരെ ലൈറ്റിങ്ങിൽ പോവാ, സെൽഫ് ഷാഡോ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെറിയൊരു ഷാഡോന്റെ ഒരു എഫക്റ്റ് തന്നെ വന്നിട്ടുണ്ടാവും. ഇവിടെ കാണാൻ പറ്റും സെൽഫ് ഷാഡോ ഇനേബിൾ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളില്ലേ. സെൽഫ് ഷാഡോ ഇനേബിൾ ചെയ്യുക, സ്മോക്ക് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് വരുന്നത് ഷെയ്ഡിങ് ആണ്. അപ്പോൾ ഷെയ്ഡിങ്ങോട് കൂടി നമ്മുടെ ഈ ഒരു സ്മോക്കിൻ്റെലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഷെയ്ഡിങ് എടുക്കുക. ഇതാണ് ട്രാൻസ്പെറൻസി. ഈ ട്രാൻസ്പെറൻസി കൂട്ടിക്കഴിഞ്ഞാൽ ആ സ്മോക്കിന്റെ എത്രമാത്രം വളരെ കുറച്ചൊക്കെ മരുന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി നന്നായി കൂട്ടിയിട്ടുണ്ട്. ഇനി പ്ലേ ചെയ്യുമ്പോൾ ചെറിയ സ്മോക്ക് ഈ ഇങ്ങനെ ടൈപ്പ് ഉണ്ടാവുള്ളൂ. നമ്മൾ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതോടും പതുക്കെ ഒരു വ്യത്യാസം ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഷെയ്ഡിങ്ങിൽ വരുന്നത് ഇതിന്റെ കളറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ട്രാൻസ്പെറൻസി കഴിഞ്ഞു, നെക്സ്റ്റ് കളർ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഈ ഒരു പ്രത്യേക കളറിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. ആ ഒരു കളർ സ്മോക്ക് ആയിരിക്കും. നമ്മൾ തിരിച്ച് ബ്ലാക്കിലേക്ക് തന്നെ വരുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്ക് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ ഈ കളറിൽ പോയിട്ട് ഞാൻ നേരെ ബ്ലാക്ക് ആക്കാണ്. ഓക്കെ, ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. ഇനി ഗ്രീൻ ക്യാൻസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ അത് നമുക്ക് ഇനി ഇതിപ്പോൾ സ്മോക്ക് ആയിട്ടുള്ളൂ. നമുക്ക് ഇനി ചെറുതായിട്ട് ഇതിനകത്ത് തീയും കൂടി വരുന്ന ആ ഒരു ഇതിലേക്ക് എത്തിക്കാനായിട്ട് നേരെ നമ്മൾ ആദ്യം നോക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു, കണ്ടന്റ് മെത്തേഡ്സ്. കണ്ടന്റ് മെത്തേഡ്സ് ഡെൻസിറ്റി മാത്രമേ ഡൈനാമിക് ഉണ്ടാക്കിയിട്ടുണ്ടായുള്ളൂ. നേരെ ടെമ്പറേച്ചറിലും ഡൈനാമിക് ഗ്രിഡ് ഇനേബിൾ ചെയ്യാം. ഇത് തീയും കേട്ടോ. പുക മാത്രമാണെങ്കിൽ ഇത് മതി. തീയും കൂടി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ ഡൈനാമിക് ഗ്രിഡ് ഇനേബിൾ ചെയ്യാം. ഓക്കെ, ഈ ചെയ്യേണ്ടത് നേരെ ഇവിടെ വരാം, ഷെയ്ഡിങ്ങിൽ ക്യാൻവസിൽ വരാം, ക്യാൻവസിൽ ടെമ്പറേച്ചർ ആക്കാം. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ആ തീയും കൂടി മീനകത്ത് വന്നിട്ടുണ്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ബയസ് എന്ന സാധനം. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ആ ഒരു ബ്ലാക്ക് കളർ എത്രമാത്രം തീയിലേക്ക് എഫക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഫുള്ള് റെഡ് വരും. ആ എഡ്ജിൽ മാത്രം ആ ഒരു ഫയറിൻ്റെ ഒരു ഇതുണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. നമ്മുടെ നേരെ ടെമ്പറേച്ചർ തുറക്കുക. അതായത് നമ്മൾ ടർബുലൻസ് വെലോസിറ്റി ഒക്കെ നോക്കിയ സ്ഥലം ഉണ്ടായിരുന്നു. ഡെൻസിറ്റി, വെലോസിറ്റി, ടർബുലൻസ് ഒക്കെ നോക്കിയ സ്രില്ലൊക്കെ ചേഞ്ച് ചെയ്തിരുന്ന ഭാഗം ഉണ്ടായില്ലേ. അതിന് തൊട്ടടുത്ത് ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചറിലും നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ സ്കെയിൽ ഉണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഫയർ നമുക്ക് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര വേണം എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒപ്പാസിറ്റി ഉണ്ട്. ഒപ്പാസിറ്റി സ്കെയിൽ എന്ന് പറയുന്നത് ഇതും അഡ്ജസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും. അതൊക്കെ ഒപ്പാസിറ്റി കയറി വരുന്നതും ഈ ഒരു കർവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ,
അപ്പം നമ്മുടെ ഫയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ചെയ്യണ പോലെ വർക്ക് ഒരുവിധമായി കഴിഞ്ഞാൽ നേരെ ബേസ് റെസൊല്യൂഷൻ എന്ത് ചെയ്യുക, കണ്ടിട്ടിൽ പോയിട്ട് ഒരു 150 ഇട്ട് നോക്കാം. 150 ഇട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ചും കൂടി ആ സ്മോക്ക് ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചുകൂടി തിക്നെസ് ഒക്കെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എമിറ്റർ 500 ഇദ്ദേഹം മതി. ഈ എമിറ്ററിന്റെ അടിയിൽ ഫ്ലൂയിഡ് ആട്രിബ്യൂട്ട്സ് ഉള്ള സംഭവമാണ്. ഡെൻസിറ്റി 1.5 ഇവിടെ. അപ്പോൾ കുറച്ചുകൂടി ഡെൻസിറ്റി കൂടിയിട്ടുള്ളൊരു സ്മോക്ക് നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഡെൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വീണ്ടും ആ ഡെൻസിറ്റി സ്കെയിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഷെയ്ഡിങ്ങിൽ ട്രാൻസ്പെറൻസിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് കളറ് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രേ കളറിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇതാണ് ബേസിക് നമുക്ക് സെറ്റിംഗ് വരുന്നത്. ഇപ്പോൾ റെസൊല്യൂഷൻ 100 വർക്ക് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി സ്മോക്കിന്റെ എഫക്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇമിറ്ററിന്റെ റെസൊല്യൂഷൻ വീണ്ടും വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാണ്ടോ, റേറ്റ് 800 കിട്ടുക. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്മോക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഈ എമിറ്ററും അതുപോലെ തന്നെ ഈ കണ്ടെയ്നറും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത് രണ്ടിന്റെയും വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇത് പ്ലേ ചെയ്ത് കാണാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ക്യാഷെ ചെയ്യാം. ക്യാഷെ ചെയ്യാനായിട്ട് ക്യാഷയിൽ പോവുക, ക്രിയേറ്റ് ക്യാഷെ, മായ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യാം. അതൊന്ന് ക്യാഷ് ആയിക്കോളും. എപ്പോഴും ക്യാഷ് ചെയ്ത് വർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്യാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് നമ്മുടെ സ്മോക്ക്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ സീക്ക് ചെയ്താലും അതെ നമുക്ക് കിട്ടും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എന്ത് എഡിറ്റ് ചെയ്താലും അതിവിടെ വരില്ല. കാരണം ഓൾറെഡി ഇത് ക്യാഷിലാണ് കിടക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഡിലീറ്റ് ക്യാഷ് കൊടുക്കണം. ഡിലീറ്റ് ക്യാഷ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്തെങ്കിലും പുതിയ ചേഞ്ച് ഇതൊന്ന് വരുത്താനായിട്ട്. എങ്കിൽ ആ വരുത്തിയ ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് കൺക്ലൂഷനിലേക്ക് എത്താം. എമിറ്ററിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് എമിറ്റിന്റെ റേറ്റ് കൂട്ടാം. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എമിറ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ ഫ്ലൂയിഡിൽ വരുന്നത് നമുക്ക് ഞാൻ മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ കണ്ടന്റിന്റെ ബേസ് റെസൊല്യൂഷൻ അതൊരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ 50 വർക്ക് ചെയ്യാം. വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുവിധം സ്മോക്ക് ആയി കഴിഞ്ഞാൽ റെസൊല്യൂഷൻ കൂട്ടിയിട്ട് റെൻഡർ ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്നത് കണ്ടന്റ് മെത്തേഡ്സ് ആണ്. അത് ഡെൻസിറ്റി ഡൈനാമിക് ഗ്രിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫയർ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറേച്ചറും കൂടിയും ഡൈനാമിക് ഗ്രിഡ് ഇനേബിൾ ചെയ്തിടാം. പിന്നെ വരുന്നത് കണ്ടന്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഡെൻസിറ്റി ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ടർബുലൻസ് ഉണ്ട്. അപ്പോൾ ഡെൻസിറ്റി തുറക്കുക, ഡെൻസിറ്റിയുടെ കട്ടി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ബൊയാൻസി, അതുപോലെ തന്നെ നോയ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വരുന്ന വെലോസിറ്റിയിലാണ് സ്രില്ല് ഇടുമ്പോഴാണ് ഇത് പുക പോലെ ഇങ്ങനെ തിരിഞ്ഞ് വരിക. പ്ലസ് നോയ്സും കൂടി ആഡ് ചെയ്യാം. പിന്നെ ടർബുലൻസ്, ചെറിയൊരു കാറ്റിന്റെ ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ടെമ്പറേച്ചറും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് ഫയറിന്റെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അത് ടെമ്പറേച്ചർ ലാസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഷെയ്ഡിങ് കൊടുത്തതിന് ശേഷം വേണം ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കളർ ബ്ലാക്ക് ആക്കിയതിന് ശേഷം വേണം ഇൻകാൻസിനിൽ പോയിട്ട് ടെമ്പറേച്ചർ എന്നുള്ളത് ഇനേബിൾ ആക്കി ഇടാനായിട്ട്. അല്ലെങ്കിൽ കൃത്യമായിട്ട് വരില്ല. ബ്ലാക്ക് ആക്കിയിട്ട് വേണം ഇവിടെ ഇൻപുട്ട് ടെമ്പറേച്ചറിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിൽ കുറേ ഉണ്ട്, ഇതെല്ലാം മാറ്റി ഇട്ട് നോക്കാം. പക്ഷെ ഇപ്പോഴും ടെമ്പറേച്ചറാണ് കൃത്യമായിട്ട് വരാം. ഇങ്ങനെ ഇത് ചെയ്ത് ഈ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ പോയിട്ട് തൊട്ട് മുകളിലുള്ള ടെമ്പറേച്ചറിൽ പോയിട്ട് ഈ വാല്യൂമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതുപോലെ ട്രാൻസ്പെറൻസിയിൽ വർക്ക് ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ. പിന്നെ ലൈറ്റിങ്ങിൽ സെൽഫ് ഷാഡോ ഇനേബിൾ ചെയ്തിടാം. ഇതാണ് ഒരു സ്മോക്കിന്റെ ഒരു ബേസിക് സെറ്റിംഗ്. ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത പ്രൊജക്റ്റിൽ ഇതൊക്കെ ആയിരുന്നു ആഡ് ചെയ്ത് നോക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ പുതിയ ട്യൂട്ടോറിയലിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.